Hello, welcome to our spoken English class. ഇന്ന് നമ്മൾ ഒരു ഈസിയായ സ്പെഷ്യലായ ഒരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാ ക്ലാസ്സസും ഈസിയും സ്പെഷ്യലുമാണ്. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ 130 സെൻറ്റൻസസ് 4 വാക്കുകൾ മാത്രം അടങ്ങുന്ന 130 സെൻറ്റൻസസ് നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. ഈ 130 സെൻറ്റൻസസിൽ വെറും 4 വാക്കുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡെയിലി യൂസേജിനായിട്ട് ഇംഗ്ലീഷിൽ ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് ഇവയെല്ലാം. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഷോപ്പിങ്ങിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഇനി നമ്മൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് ഇവയെല്ലാം. വളരെ വേഗത്തിൽ വളരെ ഈസിയായി വെറും 4 വാക്കുകളെ സെൻറ്റൻസസിലുള്ളൂ. അപ്പം നമുക്കത് എളുപ്പത്തിൽ പഠിക്കാം. അപ്പം ആദ്യം നമ്മൾ പുറത്തു പോവുകയാണ്, അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. We are going outside. We are going outside. ഞങ്ങൾ പുറത്ത് പോവുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു 98% ഇംഗ്ലീഷ് സെൻറ്റൻസും നമുക്ക് ഈസിയായി ഒരു കാര്യം ഓർത്താൽ പറയുവാൻ സാധിക്കും. ആ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, സെൻറ്റൻസിലെ മെയിൻ ആളെ ആദ്യം വയ്ക്കുക. ഞങ്ങൾ പുറത്തു പോവുകയാണ് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മളെക്കുറിച്ചല്ലേ പറയുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി യൂസ് ചെയ്യാം. പോവുകയാണ്, വി ആർ ഗോയിങ്. വെർബ് എന്ന് വെച്ചാൽ ആക്ഷൻ. പോവുകയാണ്, അതാണ് ആക്ഷൻ. ആദ്യം സബ്ജക്റ്റ് വി, ഇനി വേർബ് ആർ ഗോയിങ്. എങ്ങോട്ടാ പോകുന്നത്? ഔട്ട്സൈഡ്. വി ആർ ഗോയിങ് ഔട്ട്സൈഡ്. ഇനി നമ്മൾ പറയുകയാണ് ഐ ആം ഗോയിങ് ഔട്ട്സൈഡ്. ഞാൻ പുറത്ത് പോവുകയാണ്. ഐൻ്റെ കൂടെ എപ്പോഴും ഈസും വരില്ല, ആറും വരില്ല. ഐൻ്റെ കൂടെ ആം. ഐ ആം ഗോയിങ് ഔട്ട്സൈഡ്. അവൻ പുറത്തു പോവുകയാണ്. ഹി ഈസ് ഗോയിങ് ഔട്ട്സൈഡ്. അവൻ എന്ന് പറയുമ്പോൾ ഹി. ഒരു വ്യക്തിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഹി ഇസ് എന്ന് ചേർക്കണം. ഹി ഈസ് ഗോയിങ് ഔട്ട്സൈഡ്. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. പ്രിൻസ് പുറത്തു പോവുകയാണ്. അപ്പോൾ അവൻ എന്ന് നേരത്തെ പറഞ്ഞ അവിടെ പ്രിൻസിന്റെ പേര് വെക്കുക. പ്രിൻസ് ഇസ് ഗോയിങ് ഔട്ട്സൈഡ്. പ്രിൻസ് ഇസ് ഗോയിങ് ഔട്ട്സൈഡ്. നമുക്ക് ഇഷ്ടമുള്ള പേരിങ്ങനെ നമുക്ക് വെച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പുറത്തു പോവുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയുകയാണ് അവർ പുറത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അവർ എന്ന് പറയുമ്പോൾ ദേ ആർ ഗോയിങ് ഔട്ട്സൈഡ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളപ്പോൾ ആർ ഉപയോഗിക്കുക. ദേ ആർ ഗോയിങ് ഔട്ട്സൈഡ്. അവർ പുറത്തു പോവുകയാണ് നമുക്ക് മനസ്സിലായി. എങ്ങോട്ടാന്നറിയാൻ നമുക്കൊരു ചെറിയ ആകാംക്ഷ. 2 വാക്കുകൾ കൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ 2 വേർഡ്സ് ആണ് ടു, വേർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഒരു ഡയറക്ഷൻ കാണിക്കാനാണ്
ടു ഉപയോഗിക്കുന്നത്. എവിടേക്കാ പോകുന്നത് എന്ന് ഈസിയായി ഇങ്ങനെ പറയാം. എവിടെ എന്നത് വേർ. എവിടേക്കാ പോകുന്നത്? ടു വേർ. വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം. ടു വിച്ച് പ്ലേസ്. ഏത് എന്ന വാക്കാണ് വിച്ച്. ഏത് സ്ഥലത്തേക്കാണ്? ടു വിച്ച് പ്ലേസ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് നമ്മൾ പോവുകയാണ്, അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ഈസിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഏത് സ്ഥലത്താണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഈസിയായി പറയുവാൻ സാധിക്കും. വെറും 3 വാക്കുകളേ ഉള്ളൂ. ടു ദി മോൾ. ഷോപ്പ് ചെയ്യാൻ നമ്മൾ മോളിൽ പോവുകയാണ്. ആദ്യം നമ്മൾ ഡിറക്ഷൻ കാണിക്കാൻ ടു യൂസ് ചെയ്യാം. ടു ദി മോൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. മോളിൻ്റെ സ്പെല്ലിംഗ് MALL. പക്ഷേ നമ്മൾ എ എന്ന ശബ്ദമല്ല വരുന്നത്, മോൾ O എന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. വാക്കുകളുടെ നടുവിൽ എ വന്നാലും O എന്ന് നമ്മൾ പറയണം. മോൾ, ടോൾ, ഓൾ, ഹോൾ. അപ്പോൾ ഈ രീതിയിൽ ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ട് സംസാരിക്കുന്നവർ ഈ രീതിയിലാണ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളും അതുപോലെ പറയുമ്പോൾ ഒന്നും കൂടെ ഭംഗിയല്ലേ? ഈ രീതിയിൽ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എവിടെ പോകുന്നു എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടു ദി മോൾ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ടു ദി റെസ്റ്റോറൻറ്റ്. അതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് റെസ്റ്റോറൻറ്റ് എന്നാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം? റെസ്റ്റോറൻറ്റ്. ടു ദി റെസ്റ്റോറൻറ്റ്. ഇനി ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? വെരി ഗുഡ്. ടു ദി ഹോസ്പിറ്റൽ. ആദ്യം ടു പറയുക, പിന്നെ നമ്മൾ പോകുന്ന സ്ഥലവും പറയുക. ടു ദി ഹോസ്പിറ്റൽ. ഇനി ഒരു കുട്ടി നമ്മളോട് അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുകയാണ്, ഏത് ഹോസ്പിറ്റൽ? ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ടല്ലോ, ഇതിൽ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു, ഏത് എന്ന് ചോദിക്കുമ്പോൾ ഏത് വാക്കാ വരിക? വിച്ച്. വിച്ച് ഹോസ്പിറ്റൽ. വിച്ച് ഹോസ്പിറ്റൽ. ഏത് മോളിലാ പോകുന്നത്? എങ്ങനെയാ ചോദിക്കുക? ഏത് മോൾ? വിച്ച് മോൾ. ഏത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലോ? വിച്ച് സൂപ്പർ മാർക്കറ്റ്. ഏത് എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം വിച്ച് പറയുക, എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യവും പറയുക. ഏത് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്? വിച്ച് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ആ വ്യക്തി പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ഇനി നമുക്ക് ആ സ്ഥലം പുതിയതാണ്, അത് ഏത് വഴിയിലാന്ന് നമുക്കറിയില്ല. അപ്പോൾ എവിടെയാണ് നമ്മൾ ചോദിക്കുകയാണ്. ഈ ഹോസ്പിറ്റൽ എവിടെയാണ്? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഇതൊന്നും കൂടെ സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എവിടെയാണ് ഹോസ്പിറ്റൽ?
വേഴ്സ് ദി ഹോസ്പിറ്റൽ. എവിടെ എന്ന് കാണിക്കുമ്പോൾ വേർ യൂസ് ചെയ്യണം. വേഴ്സ് ദി ഹോസ്പിറ്റൽ. നോക്കിക്കേ, വെറും 3 വാക്കുകൾ കൊണ്ട് നമ്മൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ശരിക്കും വേർ ഇസ് ദ ഹോസ്പിറ്റൽ എന്നാണ് വരിക. വേർ ഇസിനെ നമ്മൾ ഒരുമിച്ച് വേഴ്സ് എന്നാക്കി. അതൊന്നുകൂടെ എളുപ്പമല്ലേ? വേഴ്സ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എവിടെയാണ്? ഇനി മോൾ എവിടെയാണ് എന്നെങ്ങനെയാ ചോദിക്കുക? ആദ്യം വേഴ്സ്, ഇനി എന്താണോ ചോദിക്കേണ്ടത് അത് ചോദിക്കുക. വേഴ്സ് ദ മോൾ. സ്കൂൾ എവിടെയാന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? വേഴ്സ് ദ സ്കൂൾ. റെസ്റ്റോറൻറ്റ് എവിടെയാണ്? നമുക്ക് ഭക്ഷണം കഴിക്കണം. റെസ്റ്റോറൻറ്റ് എവിടെയാണ് എങ്ങനെ ചോദിക്കും? വേഴ്സ് ദ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ സ്ഥലം മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ പോകുന്ന ആ വ്യക്തി നമ്മളോട് സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പറയുകയാണ്, നല്ല സ്ഥലം എന്ന രീതിയിൽ നമ്മൾ പറയുകയാണ്, ദാറ്റ്സ് ഗ്രേറ്റ്. അത് കൊള്ളാലോ എന്ന രീതിയിൽ നമ്മൾ പറയുകയാണ്. ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് നൈസ്, ദാറ്റ്സ് വണ്ടർഫുൾ, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് ഗുഡ്. ഇതൊക്കെ നല്ല കാര്യം എന്ന് പറയുവാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഓക്കെ, ടേക്ക് കെയർ. ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറയുമ്പോൾ ഓക്കെ, ടേക്ക് കെയർ. ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി നമ്മളിങ്ങനെ ആ വ്യക്തിയോട് ചോദിക്കുന്ന കൊണ്ടായിരിക്കും ആ വ്യക്തി വിചാരിക്കുകയാണ് നമുക്കും മോളിൽ പോവാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കൂടെ പോകാൻ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്, പണ്ട് ലാലേട്ടൻ ചോദിച്ച പോലെ, പോരുന്നോ എൻ്റെ കൂടെ? ഇത് ലാലേട്ടൻ ചോദിച്ചില്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ ചോദിക്കുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ? ഞങ്ങൾ പോവുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ നമ്മൾ ചോദിക്കുകയാണ്. അതെങ്ങനെ ചോദിക്കും? ഈസ് എനിവൺ കമ്മിങ്? ഈസ് എനിവൺ കമ്മിങ്? ആരെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷാണ് എനി വൺ. ഇനി നമ്മൾ പറയുകയാണ്, നീ വരുന്നുണ്ടോ എന്നൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്. അപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചു സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ് വെക്കുക. ആ വ്യക്തിയോടല്ലേ ചോദിക്കുന്നത്? നീ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് യു. ഇനി ആക്ഷൻ, വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യു കമ്മിങ്. പിന്നെ ഇതൊരു ചോദ്യമായത് കാരണം ആദ്യം എന്ത് വെച്ചു? ആർ വെച്ചു. ആർ യു കമ്മിങ്? നീ വരുന്നുണ്ടോ? അവർ വരുന്നുണ്ടോ എന്നാണെങ്കിലോ? ആർ ദേ കമ്മിങ്? അവർന്ന് വരുന്നപ്പോൾ ദേ വെച്ചു. ആർ ദേ കമ്മിങ്? അവൻ വരുന്നുണ്ടോ? ഇസ് ഹീ കമ്മിങ്? അവൻ ഒരു വ്യക്തിയാണല്ലോ. ഒരു വ്യക്തിയാവുമ്പോൾ ഇസ് യൂസ് ചെയ്യും. ഇസ് ഹീ കമ്മിങ്? ഇനി നമ്മളൊരു പേര് കൊടുക്കാം. രാഹുൽ വരുന്നുണ്ടോ? നമ്മൾ പോവാൻ പോവുകയാണ്, രാഹുൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇസ് രാഹുൽ കമ്മിങ്? ഇസ് രാഹുൽ കമ്മിങ്?
ഈ രീതിയിൽ നമ്മുടെ കൂടെ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. വേറൊരു രീതിയിലും ചോദിക്കാം. കുറച്ചും കൂടി പൊളൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഡു ജോയിൻ അസ്. ഞങ്ങളുടെ കൂടെ വരൂ. ഡു ജോയിൻ അസ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. ഡു കം വിത്ത് അസ്. ഈ രണ്ട് സെന്റൻസും ഒരേ മീനിങ് ആണ്. ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറയുകയാണ്. റെസ്പെക്റ്റ് കാണിക്കാനാണ് ആദ്യം ഡു ആഡ് ചെയ്യുന്നത്. ഡു കം വിത്ത് അസ്. ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. സെന്റൻസിൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഫ്രണ്ട്സിനോട് കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് റെസ്പെക്റ്റ് നമ്മൾ കാണിക്കില്ലല്ലോ. നമ്മൾ ഫുൾ ആ ഒരു എൻജോയ്മെൻറ്റും ആ ഒരു സ്നേഹത്തിലും ഇരിക്കുകയാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഞങ്ങളുടെ കൂടെ വായോ എന്ന് പറയുകയാണ്. അതെങ്ങനെ പറയും? ജോയിൻ അസ്. കം വിത്ത് അസ്. ഈ രീതിയിലും നമുക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ സാധിക്കും. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ജോയിൻ അസ്, കം വിത്ത് അസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ അതേപോലെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഷുവർ, താങ്ക് യു. ഇനി നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ എങ്ങനെ പറയും? നോ. പക്ഷെ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ട് നോ, താങ്ക് യു. ഇനി നമുക്ക് ഒരുപാട് സന്തോഷം നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിന്. നമ്മളെല്ലാവരും ഫ്രണ്ട്സായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറയുകയാണ് പിന്നല്ല. അതെങ്ങനെ പറയും? ഓഫ് കോഴ്സ്. വേറൊരു രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും യെസ് പ്ലീസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി നമ്മൾ പോവുകയാണ്. നമ്മളെല്ലാവരും കൂടെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പുറത്തു പോവുക എന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. ഇത് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. പോകുന്ന വഴി നമ്മൾ പറയുകയാണ് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മുടെ ഒരു ക്ലാസ് സജഷൻസ് എങ്ങനെ പറയാം എന്ന ക്ലാസ് ആയിരുന്നു. സജഷൻസ് ഈസി ആയിട്ട് പറയുവാൻ സാധിക്കും. നമ്മൾ ഒരു വാക്ക് മാത്രം ഓർത്താൽ മതി. ലെറ്റ്. ലെറ്റ് us have something. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ. ലെറ്റ് us have something. ലെറ്റ് അസിനെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെയും പറയാം. ലെറ്റ്സ് ഹാവ് സംതിങ്. ഇനി ഇതേ സെന്റൻസ് വേറെ രീതിയിലും പറയാം. ലെറ്റ്സ് ഈറ്റ് സംതിങ്. ലെറ്റ്സ് ഈറ്റ് സംതിങ്. ഇനി വേറൊരു സെന്റൻസ്. ലെറ്റ്സ് ഡ്രിങ്ക് സംതിങ്. എന്തെങ്കിലും കുടിച്ചാലോ. ലെറ്റ്സ് ഡ്രിങ്ക് സംതിങ്. ഇനി നമുക്ക് എന്താ കുടിക്കേണ്ടത്? ചായയാണോ കാപ്പിയാണോ? അത് നമുക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ നമ്മളത് എങ്ങനെ പറയും? ലെറ്റ്സ് ഡ്രിങ്ക് കോഫി. നമുക്ക് ഒരു കോഫി കുടിക്കാം. ഇനി ചായ കുടിക്കാന്നാണെങ്കിൽ എങ്ങനെ പറയും? വെരി ഗുഡ്. ലെറ്റ്സ് ഡ്രിങ്ക് ടീ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുറത്തു പോകുന്ന സമയത്ത് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം, നമുക്ക് ചായ കുടിക്കാം എന്ന് നമുക്കിങ്ങനെ പറയുവാൻ സാധിക്കും. നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം.
നമുക്ക് വഴി കറക്റ്റ് അറിയില്ല. അപ്പോൾ ഹെൽപ്പ് വേണം എന്ന് എങ്ങനെയാ പറയുക? ആർക്കാ ഹെൽപ്പ് വേണ്ടത്? നമുക്കല്ലേ. അപ്പോൾ ഇവിടെ ഹെൽപ്പ് വേണ്ട ആൾക്കാരെ ആദ്യം വെക്കുക. നമ്മളായത് കാരണം വി, ഇനി നമ്മുടെ ആവശ്യം നീഡ് ഹെൽപ്പ്. വി നീഡ് ഹെൽപ്പ്. ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം. നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുകയാണ് റെസ്റ്റോറൻറ്റ് എവിടെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു. അതെങ്ങനെയാ ചോദിക്കുക? വേഴ്സ് ദ റെസ്റ്റോറൻറ്റ്. വഴി എവിടെയാന്ന് ചോദിക്കാൻ ഇങ്ങനെയും ചോദിക്കാം, വിച്ച് വേ. ഏത് വഴിയാണ്? വിച്ച് വേ. W സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. എവിടെ എന്ന് ചോദിക്കാൻ ഒരു വാക്ക് മതി. മലയാളത്തിൽ ഒന്ന് മതി, ഇംഗ്ലീഷിലും ഒന്ന് മതി. എവിടെ എന്നാകുമ്പോൾ വേർ. ഏത് എന്നാണെങ്കിൽ വിച്ച്. ഇനി നമ്മൾ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് വാട്ട്. ആരാ? ഹൂ. എവിടെയാ? വേർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ സാധിക്കും. വാട്ട് എന്താ, വേർ, ഹൂ, വെൻ, വിച്ച്. ഇനി എന്തുകൊണ്ടാ എന്ന് ചോദിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു വൈ യൂസ് ചെയ്യുക. നമ്മൾ ഏത് വഴി എന്ന് ചോദിക്കുമ്പോൾ ഏത് എന്ന് വരുമ്പോൾ വിച്ച് വേ. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ വ്യക്തി ശശിചേട്ടനാന്ന് വിചാരിക്കുക, പാലക്കാടുള്ള ശശിചേട്ടൻ. അപ്പോൾ ശശിചേട്ടൻ പറയുകയാണ്, കുട്ടിയെ 2 വഴിയുണ്ട്. ആ 2 വഴിയിൽ ഒന്നും സ്കൂളിൻ്റെ അടുത്തുള്ള വഴിയാണ്, ഒന്ന് വേറെ വഴിയാണ് കുട്ടിയെ. 2 വഴിയുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള വഴിയിൽ നിനക്ക് പോവാം. ഞാൻ വേല കാണാൻ പോവാണ് കുട്ടി, അതുകൊണ്ടാണ് ഞാൻ കൂടെ വരാത്തത്. 2 വഴിയുണ്ട്. അങ്ങനെ 2 വഴികൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ കാറിലുള്ള കുറച്ച് പേര് പറയുകയാണ് നമുക്ക് അവിടെ പോവാം. കുറച്ച് പേര് പറയുകയാണ് നമുക്ക് ഇവിടെ പോവാം. കുറച്ച് പേര് അവിടെ പോകാം എന്ന് പറയുകയാണ്. അവിടെ പോകാം. ലെറ്റ്സ് ഗോ there. അവിടെ എന്ന് പറയുമ്പോൾ there. ലെറ്റ്സ് ഗോ there. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ വരിക? here. ലെറ്റ്സ് ഗോ here. അപ്പോൾ ലെറ്റ്സ് ഗോ there എന്ന് കുറച്ച് പേര് പറഞ്ഞു, ലെറ്റ്സ് ഗോ ഹിയർ എന്ന് കുറച്ച് പേര് പറഞ്ഞു. അങ്ങനെ അവസാനം തീരുമാനമായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ ചോദിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ എന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ചോദിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? വാട്ട്സ് ടുഡേയ്സ് സ്പെഷ്യൽ. വെറും 3 വാക്കുകൾ കൊണ്ട് നമുക്ക് ചോദിക്കാം. വാട്ട്സ് ടുഡേയ്സ് സ്പെഷ്യൽ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? അപ്പോൾ അവർ ഇന്നത്തെ സ്പെഷ്യൽ പറയുകയാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഓർഡർ ചെയ്യാം. ഇപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ബിരിയാണി പ്ലീസ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ബിരിയാണി പ്ലീസ്. ഇനി നമുക്ക് ജ്യൂസാ വേണമെങ്കിൽ ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്. നിനക്ക് എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നത്? അല്ലെങ്കിൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. നിങ്ങൾക്ക് കുടിക്കുവാൻ എന്താണ് വേണ്ടത് എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യത്തിൻ്റെ പേര് പറയുക, പിന്നെ പ്ലീസ് എന്നും ആഡ് ചെയ്യുക. ജ്യൂസ് പ്ലീസ്. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഡർ പറയുമ്പോൾ ഒന്നും കൂടി നമ്മുടെ ലാംഗ്വേജ് ഭംഗിയാവും. ജ്യൂസ് പ്ലീസ്.
ഇനി നമുക്ക് പൊറോട്ടയാണ് വേണമെങ്കിലോ പൊറോട്ട പ്ലീസ്. പൊറോട്ട ആൻഡ് കറി പ്ലീസ്. നമുക്ക് വേണ്ട ഫുഡിൻ്റെ പേരും പ്ലീസും ഇതുപോലെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ കഴിച്ചു കഴിഞ്ഞു, എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഐ ലൈക്ഡ് ഇറ്റ്. എനിക്കിഷ്ടമായി. നമ്മൾ കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞ കാര്യമായത് കാരണം ലൈക്ഡ് എന്ന് ഉപയോഗിക്കുക. ഇഷ്ടമായി എന്ന് പറയുകയാണ് ഭക്ഷണം. ഐ ലൈക്ഡ് ഇറ്റ്. ഇനി ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നാണെങ്കിലോ ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി യൂസ് ചെയ്യും. വി ലൈക്ഡ് ഇറ്റ്. ഞങ്ങൾക്കിത് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഇനി നമ്മൾ ബില്ല് പേ ചെയ്യാനുള്ള സമയം വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുന്നത്? ഞാൻ അടയ്ക്കാം എന്ന് ഓരോരുത്തർ പറയുകയാണ്. ഇപ്പൊ കുറച്ചു പേര് പറയുകയാണ് ഞങ്ങൾ അടയ്ക്കാം. ഭാവിയിൽ നമ്മൾ ബില്ല് പേ ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഏതൊക്കെ 2 വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഷാൽ, വിൽ. ഞങ്ങൾ പേ ചെയ്യാം. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ഷാൽ പേ. ഞങ്ങൾ പേ ചെയ്യാം. അപ്പോൾ ഇനി ഒരു വ്യക്തി പറയാണ് നിങ്ങൾ എന്തിനാ അടയ്ക്കുന്നത്? അവൻ അടയ്ക്കും. അവൻ എന്ന് വരുമ്പോൾ എന്ത് വരും? ഹീ ഷാൽ പേ. അതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഹീ വിൽ പേ. കാരണം ഹീന്റെ കൂടെ ഷാലാണോ വില്ലാണോ വരിക? വില്ലാണ് വരിക. ഹീ വിൽ പേ. അവൾ അടയ്ക്കും എന്നാണെങ്കിലോ ഷീ വിൽ പേ. ഓക്കെ. ഇനി പറയാണ് നീ ഈ ബില്ലടയ്ക്കും എന്ന് പറയുകയാണ്. അപ്പൊ നീ എന്ന് പറയുമ്പോൾ എന്ത് വരും? യു വിൽ പേ. അവസാനം ഇതൊരു ബഹളമാവും എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ തന്നെ അടച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അതെങ്ങനെയാ പറയുക? ഐ ഷാൽ പേ. ആരും പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ അടച്ചോളാം. ഒരു മൂവിയിലില്ലേ നമ്മൾ തന്നെ സുട്ടോളാം, ദോശ ചുടുന്നത് പറയുമ്പോൾ. അപ്പം അതേപോലെ ഞാൻ തന്നെ അടച്ചോളാം എന്ന് പറയുകയാണ്. ഐ ഷാൽ പേ. ഈ രീതിയിൽ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്യുവാൻ സാധിക്കും. ഇനി അതിനുശേഷം നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഈ രീതിയിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ സാധിക്കും, അതേപോലെ ബില്ല് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എങ്ങനെ നമുക്കത് ഈസിയിൽ ഇംഗ്ലീഷ് സെൻറ്റൻസസ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് നമ്മൾ ചോദിക്കാൻ പഠിച്ചു. വേഴ്സ് ദി ഹോസ്പിറ്റൽ. അങ്ങനെ നമുക്ക് വഴി മനസ്സിലായി, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടറിന്റെ റൂം എവിടെയാന്ന് എങ്ങനെയാ ചോദിക്കുക? വേഴ്സ് ദ ഡോക്ടേഴ്സ് റൂം. എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ വേഴ്സ് എന്ന് ഉപയോഗിക്കുക. വേഴ്സ് ദ ഡോക്ടേഴ്സ് റൂം. അങ്ങനെ നമ്മൾ ഡോക്ടറിന്റെ അടുത്തെത്തി. ഇനി ഡോക്ടർ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തോ പറ്റി, പണ്ട് നടന്ന എന്തോ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? എന്തു പറ്റി? വാട്ട് ഹാപ്പൻ.
happened? What happened? എന്ത് പറ്റി? അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് സുഖമില്ല. അതെങ്ങനെ പറയും? I am not well. I am not well. ഐൻ്റെ കൂടെ എപ്പോഴും am ഉപയോഗിക്കുക. സുഖമില്ല എന്നാണ് പറയുന്നത്. I am not well. ഇനി അവന് സുഖമില്ല എന്നാണെങ്കിലോ? He is not well. അവൻ എന്ന് വരുമ്പോൾ he. He is not well. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. അരുണിന് സുഖമില്ല. അരുൺ is not well. അരുൺ is not well. ഇനി നമ്മുടെ കൂടെ കുറച്ച് വ്യക്തികളുണ്ട്. അവർക്ക് സുഖമില്ല എന്ന് നമ്മൾ പറയുകയാണ്. അവരെന്ന് പറയുമ്പോൾ they are not well. ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കാരണമാണ് ആർ ഉപയോഗിച്ചത്. they are not well. ഇനി ഞങ്ങൾക്ക് സുഖമില്ല എന്നാണെങ്കിൽ we are not well. we are not well. എനിക്കിപ്പോൾ എങ്ങനെയുണ്ട് അത് ചോദിക്കുകയാണെങ്കിലോ? എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഹൗ ഉപയോഗിക്കണം. എങ്ങനെ എന്ന് വെച്ചാൽ ഹൗ. ഹൗ ആം ഐ നൗ? എനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹൗ ആം ഐ നൗ? അവനിപ്പോൾ എങ്ങനെയുണ്ട് എന്നാണെങ്കിലോ? ഹൗ ഇസ് ഹീ നൗ? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ഇതാണ്. ഇപ്പോൾ ഫോർമാറ്റ് നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാം. ഹൗ ഒരാളായത് കാരണം ഇസ്, അവനെക്കുറിച്ചാണ് പറയുന്നത്. ഹീ നൗ, അവൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹൗ ഇസ് ഹീ നൗ? അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾ എന്ന് പറയുമ്പോൾ ഷീ. ഹീൻ്റെ അവിടെ ഷീ ചേർത്താൽ മതി. ഹൗ ഇസ് ഷീ നൗ? ഹൗ ഇസ് ഷീ നൗ? അവർക്ക് എങ്ങനെയുണ്ട്? അവരെന്ന് വരുമ്പോൾ ദേൻ്റെ കൂടെ എപ്പോഴും ആർ. ദേ ഇസ് എന്ന് വരില്ല, ദേ ആർ. പിന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആയത് കാരണം ഹൗ ആർ ദേ നൗ? ഹൗ ആർ ദേ നൗ? ഇനി ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നാണെങ്കിലോ? ഹൗ ആർ വി നൗ? ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. ഹൗ ആർ വി നൗ? ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു. ഇനി ഫാർമസിയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഫാർമസി എവിടെയാന്ന് എങ്ങനെയാ ചോദിക്കുക? വേഴ്സ് ദ ഫാർമസി? വേഴ്സ് ദ ഫാർമസി? അങ്ങനെ ഫാർമസിയിൽ നമ്മൾ എത്തി. ഇനി നമ്മൾ ഫാർമസിസ്റ്റിനോട് പറയുകയാണ്, ഇതാ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ. നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഡോക്ടർ എഴുതി തന്ന മെഡിസിൻസ് വാങ്ങുവാൻ നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ഇതാ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ പറയും? ഹിയേഴ്സ് ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. ഇതാ എന്നതിന് ഹിയർ. ഹിയേഴ്സ് ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. ഇത് വലുതായിട്ട് പറയുകയാണെങ്കിൽ ഹിയർ ഇസ് ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. ഹിയർ ഇസ് നമ്മൾ ചുരുക്കിയതാണ്. ഹിയേഴ്സ് ദ ഡോക്ടേഴ്സ്
പ്രിസ്ക്രിപ്ഷൻ. അതിനുശേഷം നമുക്ക് മെഡിസിൻസ് ഒക്കെ കിട്ടി. എത്രയായി എന്ന് എങ്ങനെയാ ചോദിക്കുക? ഹൗ മച്ച്. ഹൗ മച്ച്, എത്രയായി. ഇനി നമ്മൾ എമൗണ്ട് സെറ്റിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലിൽ, ഫാർമസിയിൽ പോയാൽ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വേറെ ഒരു സിറ്റുവേഷൻ എടുക്കാം. നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മോൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. മോൾ എവിടെയാണെന്ന് എങ്ങനെയാ ചോദിക്കുക? വേഴ്സ് ദ മോൾ. അങ്ങനെ ചോദിച്ച് നമ്മൾ മോളിൽ എത്തി. ഇനി നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വെറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടോ? സ്വെറ്റേഴ്സാണ് നമുക്ക് വാങ്ങേണ്ടത്. ഇവിടെ സ്വെറ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വീഡിയോ നമ്മൾ പഠിച്ചിരുന്നു. സ്വെറ്റേഴ്സ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഡു യു ഹാവ് സ്വെറ്റേഴ്സ്? ഇവിടെയുണ്ടോ, നിങ്ങളത് വിൽക്കുന്നുണ്ടോ, നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ എന്നർത്ഥമാണ് അവിടെ വരുന്നത്. ആദ്യം സബ്ജക്റ്റ്, നമ്മൾ അവരോടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ യു. ഇനി ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹാവ് എന്ത്? സ്വെറ്റേഴ്സ്. യു ഹാവ് സ്വെറ്റേഴ്സ്. ക്വസ്റ്റ്യൻ ആയത് കാരണം ആദ്യം ഡു വെക്കുക. ഡു യു ഹാവ് സ്വെറ്റേഴ്സ്? ഇവിടെ സ്വെറ്റേഴ്സ് ഉണ്ടോ എന്നാണ് അർത്ഥം. ഡു യു ഹാവ് സ്വെറ്റേഴ്സ്? ഇനി നമ്മൾ കുറച്ച് പ്ലേറ്റ് വാങ്ങാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ പ്ലേറ്റ് ഉണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ പ്ലേറ്റ് വിൽക്കുന്നുണ്ടോന്ന്. ഡു യു ഹാവ് പ്ലേറ്റ്സ്? ഡു യു ഹാവ് പ്ലേറ്റ്സ്? ഷൂസ് ഉണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഡു യു ഹാവ് ഷൂസ്? ഡു യു ഹാവ് ഷൂസ്? അപ്പം നമുക്ക് സ്വെറ്ററിലേക്ക് തിരിച്ചു വരാം. അപ്പം സ്വെറ്റർ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അവർ നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്ക് പക്ഷേ ഈ കളറല്ല വേണ്ടത്, യെല്ലോ കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? വളരെ ഈസി ആയിട്ട് പറയാം. യെല്ലോ കളർ പ്ലീസ്. ഇതത്ര താല്പര്യമായില്ല. യെല്ലോ കളർ പ്ലീസ്. ഇപ്പോൾ റെഡ് കളറാ വേണമെങ്കിലോ? റെഡ് കളർ പ്ലീസ്. വെരി ഗുഡ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കളർ ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ കിട്ടി. ഇനി നമ്മളത് വെച്ച് നോക്കുകയാണ് ഡ്രസ്സ്. നമുക്കിഷ്ടമായെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? നമുക്കിത് ചേരുന്നുണ്ട്. ഇത് എനിക്ക് ചേരുന്നുണ്ട് എന്നാണെങ്കിൽ ഇറ്റ് സൂട്ട്സ് മീ. എനിക്ക് ചേരുന്നുണ്ട്. ഇറ്റ് സൂട്ട്സ് മീ. ഇനി നമ്മൾ വെച്ച് നോക്കിയിട്ട് അവൾക്ക് ചേരുന്നുണ്ട്. അവൾക്ക് ചേരുന്നുണ്ട്. ഇറ്റ് സൂട്ട്സ് ഹർ. ഇറ്റ് സൂട്ട്സ് ഹർ. ഇനി നമ്മൾ പറയുകയാണ് അർച്ചനയ്ക്ക് ചേരുന്നുണ്ട്. അർച്ചനയ്ക്ക് ചേരുന്നുണ്ട്. അപ്പോൾ ഹേറിൻ്റെ അവിടെ അർച്ചന എന്ന് വെക്കുക. ഇറ്റ് സൂട്ട്സ് അർച്ചന. ഇറ്റ് സൂട്ട്സ് അർച്ചന. ഇനി നമ്മൾ വിചാരിക്കുക ചേരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുകയാണ് ചേരുന്നില്ല. അതെങ്ങനെ പറയും? നിനക്ക് ചേരുന്നില്ല. ഇറ്റ് ഡസൻറ്റ് സൂട്ട് യു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും, ഡസൻറ്റ് സൂട്ട് യു. അങ്ങനെ ഷോർട്ടായിട്ടും നമുക്ക് പറയാം. ഡസൻറ്റ്
suit you. Doesn't എന്ന് ഉദ്ദേശിക്കുന്നത് does not suit you. ഇത് ചേരുന്നില്ല, നിനക്കിത് ചേരുന്നില്ല. അവൾക്കിത് ചേരുന്നില്ല എന്നാണെങ്കിലോ does not suit her. അവനിത് ചേരുന്നില്ല എന്നാണെങ്കിലോ does not suit him. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് പറയുവാൻ സാധിക്കും. ഇനി നല്ല ഭംഗിയായിട്ടുണ്ട്, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നാണെങ്കിൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് നൈസ്, ഇറ്റ് ഈസ് ഗോർജിയസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്തു, ഇനി നമ്മൾ ചോദിക്കുകയാണ് ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എന്ന് ചോദിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നമ്മൾ എത്രയാണെന്ന് ചോദിച്ചായിരുന്നു, അതേപോലെ ഇവിടെയും എത്രയാണ് വരുന്നത് എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഹൗ മച്ച്, ഹൗ മച്ച് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവർ എമൗണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇത് എക്സ്പെൻസീവ് ആണല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ദാറ്റ്സ് എക്സ്പെൻസീവ്, അത് എക്സ്പെൻസീവ് ആണ്. ദാറ്റ്സ് എക്സ്പെൻസീവ്, അത് എക്സ്പെൻസീവ് ആണ്. ഇനി അവർ പറയുന്ന പ്രൈസ് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ എങ്ങനെ പറയും? ദാറ്റ്സ് അഫോർഡബിൾ. നമ്മൾ തമ്മിൽ പറയുകയാണ്, കുഴപ്പമില്ല, ദാറ്റ്സ് അഫോർഡബിൾ. ഇനി നല്ല എക്സ്പെൻസീവ് ആണ്, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഇസ് there a discount? ഇസ് there a discount? ഡിസ്കൗണ്ട് ഉണ്ടോ? ഇസ് there a discount? ഇനി അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഞാനിത് വാങ്ങാം എന്ന് പറയുകയാണ്. ഞാനിത് വാങ്ങാം എന്നെങ്ങനെ പറയും? നമ്മൾ ഭാവിയിൽ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഭാവിയിൽ വരുമ്പോൾ ഏതൊക്കെ വേർഡ്സാണ് യൂസ് ചെയ്യേണ്ടത്? ഷാൽ, വിൽ. ഞാൻ വാങ്ങാം എന്ന് പറയുന്നത് കൊണ്ട് ഐ ഷാൽ ബൈ, ഐ ഷാൽ ബൈ. ഇനി അവർ വാങ്ങും, അവർ വാങ്ങും എന്നാണെങ്കിൽ അവരെന്ന് വരുമ്പോൾ ദേ വിൽ ബൈ, ദേ വിൽ ബൈ. അവൻ വാങ്ങും എന്നാണെങ്കിൽ ഹീ വിൽ ബൈ, ഹീ വിൽ ബൈ. ഷീ വിൽ ബൈ, അവൾ വാങ്ങും, ഷീ വിൽ ബൈ. നീ ആരുമല്ല, നീ തന്നെ ഇത് വാങ്ങും. നീ വാങ്ങും എന്നാണെങ്കിൽ എങ്ങനെ പറയും? യു വിൽ ബൈ, യു വിൽ ബൈ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് സ്ട്രക്ചർ ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, നമ്മൾ ഷോപ്പിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ ടൈം നോക്കുകയാണ്. സമയം എത്രയായെന്ന് എങ്ങനെ നമ്മൾ ചോദിക്കുക? വാട്ട് ഈസ് ദ ടൈം? സമയം എത്രയായി? വാട്ട് ഈസ് ദ ടൈം? സമയം ചോദിക്കുന്ന സമയത്ത് വാട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്കിത് ഒന്നുകൂടി ചുരുക്കി പറയാം, വാട്ട്സ് ദ ടൈം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നോക്കിയിട്ട് പറയുകയാണ് 7 മണിയായി എന്ന് പറയുകയാണ്. ഇറ്റ്സ് 7 PM. അല്ലെങ്കിൽ ഇറ്റ് ഈസ് 7 PM. ഷോർട്ടായി പറയുമ്പോൾ
It's 7 p.m. ഇനി 6 മണിയാണെങ്കിലോ? It's 6 p.m. രാവിലെ 6 മണിയാണെങ്കിലോ? It's 6 a.m. അപ്പോൾ സമയം പറയാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാവിടെയും പോയി നമ്മൾ. അതിനുശേഷം സമയം നോക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ ലേറ്റായി. അപ്പോൾ നമ്മൾ ലേറ്റായി എന്ന് എങ്ങനെയാ പറയുക? വി ആർ ലേറ്റ്. വി ആർ ലേറ്റ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ലേറ്റായി. നമ്മൾ എന്ന് പറയുമ്പോൾ വിന്റെ കൂടെ എപ്പോഴും ആർ. വി ഈസ് എന്ന് പറയില്ല, വി ആർ. വി ആർ എന്താണ്? ലേറ്റ്. വി ആർ ലേറ്റ് എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് നമുക്കിന്ന് പോവാം, നമുക്ക് പോകാം എന്ന് പറയുകയാണ്. ഷാൽ വി ഗോ? നമുക്ക് പോയാലോ? അതൊരു ചോദ്യമാണ്. നമുക്ക് പോയാലോ? ഇപ്പൊ പോയിട്ടില്ല, ഭാവിയിൽ പോയാലോ എന്നാണ് ചോദിക്കുന്നത്. ഭാവി ആയത് കാരണം ഷാൽ. വി നമ്മളെക്കുറിച്ചല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് ഷാൽ ഉപയോഗിച്ചത്. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വെക്കുക. നമ്മൾ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളല്ലേ സബ്ജക്റ്റ്. വി, അതിനുശേഷം ആക്ഷൻ ഗോ. ഇതൊരു ക്വസ്റ്റ്യൻ ആയത് കാരണവും ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്നത് കൊണ്ടും ഷാൽ ആദ്യം ചേർക്കുക. ഷാൽ വി ഗോ? നമുക്ക് പോയാലോ? നോക്കുമ്പോൾ ആരും അനങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്നാ ഞാൻ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പോയാലോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഷാൽ ഐ ഗോ? ഷാൽ ഐ ഗോ? അപ്പോൾ നമ്മൾ പോവാൻ തുടങ്ങി. അപ്പം നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് പറയാണ് അവള് പോവുകയാണ്. നിങ്ങളിങ്ങനെ നിന്നോ, അവള് പോവുകയാണ്. അവൾ പോവുകയാണെന്ന് എങ്ങനെ പറയും? ഷീ ഇസ് ഗോയിങ്. ഷീ ഇസ് ഗോയിങ്. അവൻ പോവുകയാണെങ്കിലോ? ഹീ ഇസ് ഗോയിങ്. ഹീ ഇസ് ഗോയിങ്. നൗഫൽ പോവുകയാണ്. നൗഫലിന്റെ പേര് വെക്കുക. നൗഫൽ ഇസ് ഗോയിങ്. നൗഫൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഗോയിങ് എന്ന് പറയുന്നത്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ING ഉപയോഗിക്കണം. നൗഫൽ ഇസ് ഗോയിങ്. അവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ന് പറയുമ്പോൾ ദേ. ദേ ആർ ഗോയിങ്. ദേ ആർ ഗോയിങ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കാരണം ആർ ഉപയോഗിക്കുക. ഇതിന് ശേഷം നമ്മൾ ചിന്തിക്കുക. നമ്മൾ പറയുകയാണ് അവൻ വരുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ പോവാൻ തുടങ്ങി, എന്നിട്ടും ആ കുട്ടി അവിടെ ഷോപ്പിംഗ് മോളിൽ ഓരോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വരുന്നുണ്ടോ, അവൻ വരുമോ എന്ന് ചോദിക്കുകയാണ്. വിൽ ഹി കം? അവനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം ഹി, ഇനി ആക്ഷൻ. വരുമോ എന്നാണ്. ഹി കം. പിന്നെ ഇപ്പൊ അവൻ വന്നിട്ടില്ല, വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭാവിയിൽ നടക്കേണ്ട ഒരു കാര്യമായത് കാരണം വിൽ ഹി കം? ഇന്നെങ്ങാനും വരുമോ എന്ന് ചോദിക്കുകയാണ്. വിൽ ഹി കം? ഇനി അവർ ഇന്ന് വരുമോ? അവർ വരുമോ? വിൽ ദേ കം? അവൾ വരുമോ? വിൽ ഷീ കം? ഇനി നമുക്കൊരു പേര് വെക്കാം. പ്രിയ വരുമോ?
വിൽ പ്രിയ കം. ഇനി നമ്മൾ പറയുകയാണ് നീ വരുമോ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വിൽ യു കം, വിൽ യു കം. അങ്ങനെ അവസാനം എല്ലാവരും വന്നു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്താണ് നമ്മൾ ലേറ്റായി എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത്. നേരത്തെ നമുക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ലേറ്റായി. അപ്പോൾ ഒരു വ്യക്തി പറയുകയാണ് നമ്മൾ ചിലപ്പോൾ കറക്റ്റ് എത്തും, നമ്മൾ കറക്റ്റ് എത്തില്ല എന്ന് ആരോ പറയുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മൾ ചിലപ്പോൾ കറക്റ്റ് എത്തും. വി മൈറ്റ് റീച്ച്. ചിലപ്പോൾ എന്ന് വരുമ്പോൾ മൈറ്റ് ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. വി മൈറ്റ് റീച്ച്, നമ്മൾ ചിലപ്പോൾ എത്തും. ഇനി ചിലപ്പോൾ എത്തില്ല എന്നാണെങ്കിലോ, വി മൈറ്റ് നോട്ട് റീച്ച്, വി മൈറ്റ് നോട്ട് റീച്ച്. ചിലപ്പോൾ എത്തും എന്നാണെങ്കിൽ വി മൈറ്റ് റീച്ച്. അവർ ചിലപ്പോൾ എത്തും, അപ്പോൾ എങ്ങനെ വരും? ദേ മൈറ്റ് റീച്ച്, ദേ മൈറ്റ് റീച്ച്. ഹീ മൈറ്റ് റീച്ച്, അവൻ ചിലപ്പോൾ എത്തും. ഹീ മൈറ്റ് റീച്ച്. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. സെബാസ്റ്റ്യൻ ചിലപ്പോൾ എത്തും. സെബാസ്റ്റ്യൻ മൈറ്റ് റീച്ച്, സെബാസ്റ്റ്യൻ മൈറ്റ് റീച്ച്. നീ ചിലപ്പോൾ എത്തും. യു മൈറ്റ് റീച്ച്, യു മൈറ്റ് റീച്ച്. ഇനി ഞാൻ ചിലപ്പോൾ എത്തും എന്നാണെങ്കിലോ, ഐ മൈറ്റ് റീച്ച്, ഐ മൈറ്റ് റീച്ച്. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോൾ വേറൊരു വ്യക്തി നമുക്ക് കോൺഫിഡൻസ് തരികയാണ്. ചിലപ്പോഴല്ല, നമ്മൾ എത്തും, നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മൾ എത്തിയിരിക്കും. അങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കുക? ക്യാൻ. വി ക്യാൻ റീച്ച്. ചിലപ്പോൾ എന്ന് പഠിച്ചപ്പോൾ വി മൈറ്റ് റീച്ച്. ഇനി മൈറ്റിന് പകരം ക്യാൻ വെച്ചാൽ മതി. വി ക്യാൻ റീച്ച്, നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മൾ എത്തും. വി ക്യാൻ റീച്ച്. ഐ ക്യാൻ റീച്ച്, ഞാൻ എത്തും. ഐ ക്യാൻ റീച്ച്. അവൾ എത്തും, അതെങ്ങനെ പറയും? ഷീ ക്യാൻ റീച്ച്. അവരെത്തും എന്നാണെങ്കിലോ, ദേ ക്യാൻ റീച്ച്, ദേ ക്യാൻ റീച്ച്. ഇനി നമ്മളൊരു പേര് കൊടുക്കുകയാണ്. ദിയ എത്തും. ദിയ ക്യാൻ റീച്ച്, ദിയ ക്യാൻ റീച്ച്. നീ എത്തും, ഒരു സംശയം വേണ്ട, നീ എത്തും. അത് നമ്മൾ എങ്ങനെയാ പറയുക? യു ക്യാൻ റീച്ച്, യു ക്യാൻ റീച്ച്. ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന സെൻറ്റൻസസിലാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നു. നമ്മളെ കൊണ്ട് ഉറപ്പായിട്ടും സാധിക്കും എന്ന് വരുന്ന സെൻറ്റൻസ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. അങ്ങനെ അവസാനം നമ്മളെ കൊണ്ട് സാധിച്ചു. അതപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും എന്നെങ്ങനെ പറയും? നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും. വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇംഗ്ലീഷ് ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിച്ചിരിക്കും.
ഇനി നമ്മൾ പറയുകയാണ്, നമ്മളിപ്പോൾ അവിടെ എത്തി, സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ എത്തി എന്ന് പറയുകയാണ്. We have reached. We have reached. നമ്മൾ എത്തിയല്ലോ, ഇപ്പം എത്തിയേ ഉള്ളൂ. നമ്മൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം എത്തി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ we have reached യൂസ് ചെയ്യണം. we reached എന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിയായിരുന്നു എന്നാണ് പറയുന്നത്. we reached എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എത്തിയായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പം എത്തി, എത്തിക്കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം എങ്ങനെ പറയും? we have reached. അങ്ങനെ ഒരു ആക്ഷൻ ഇപ്പം കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. അങ്ങനെയുള്ള ആക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ആക്ഷന് മുമ്പായിട്ട് ഹാവ് ഉപയോഗിക്കണം. ഞങ്ങൾ എത്തി, we have reached. അവരെത്തി, അവർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അവരത് എത്തി. അതെങ്ങനെ പറയും? they have reached. ഞാൻ എത്തി, അതെങ്ങനെ പറയും? I have reached. I have reached. അവനെത്തി, അവനെത്തി എന്നെങ്ങനെ പറയും? ഹീൻ്റെ കൂടെ നമ്മൾ പഠിച്ചു ഹാവ് അല്ല, ഹീൻ്റെ കൂടെ ഹാസ്. ഹീ ഹാസ് റീച്ച്ഡ്. ഒരു വ്യക്തിയല്ലേ ഉള്ളൂ, അപ്പോൾ ഹാസ് നമ്മൾ യൂസ് ചെയ്യണം. ഹീ ഹാസ് റീച്ച്ഡ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനെന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയല്ലേ ഉള്ളൂ, പക്ഷേ ഐ ഹാവ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ഇംഗ്ലീഷിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു കേസാണ്. ഐ ഹാസ് എന്ന് പറയില്ല, ഐ ഹാവ്. അതേപോലെ നീ എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയല്ലേ, പക്ഷെ നമ്മൾ യു ഹാസ് എന്ന് പറയില്ല, യു ഹാവ്. ഐ ഹാവ്, യു ഹാവ്. അത് നമ്മൾ മനസ്സിലാക്കണം. വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. അവൻ അവൾ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഹി ഹാസ്, അവളാണെങ്കിൽ ഷീ ഹാസ്. നമ്മൾ പറയുകയാണ് അഭിനവ് എത്തി. അഭിനവ് എത്തി, അതെങ്ങനെ പറയും? അഭിനവ് ഹാസ് റീച്ച്ഡ്. വെരി ഗുഡ്. അഭിനവ് ഹാസ് റീച്ച്ഡ്. ഇതേപോലെ നമ്മൾ പറയുകയാണ്, ഞങ്ങൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുകയാണ്. ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ഇപ്പം ചെയ്തു. ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നെങ്ങനെ പറയും? ഞങ്ങൾ എത്തി എന്നെങ്ങനെയാ പറഞ്ഞേ? വി ഹാവ് റീച്ച്ഡ്. ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നെങ്ങനെ പറയും അപ്പോൾ? വി ഹാവ് കംപ്ലീറ്റഡ്. വി ഹാവ് കംപ്ലീറ്റഡ്. ഇനി ഓഫീസിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഫിനിഷ് ചെയ്തോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ പറയണ ഫിനിഷ് ചെയ്തു എന്ന് പറയുകയാണ്. ഇപ്പം ഫിനിഷ് ചെയ്തു. അപ്പം അതെങ്ങനെ പറയും? വി ഹാവ് ഫിനിഷ്ഡ്. വി ഹാവ് ഫിനിഷ്ഡ്. ഈ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ, ഇപ്പം നടന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എന്നിട്ട് നമ്മുടെ ഫാമിലി നമ്മളോട് ചോദിക്കുകയാണ്, 3 സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ അതൊരു വലിയ ട്രിപ്പായിരുന്നു. വലിയതല്ല, എന്നാലും ഒരു ട്രിപ്പായിരുന്നല്ലോ. അപ്പോൾ എൻജോയ് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. മോളിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയില്ലേ, അപ്പോൾ എൻജോയ് ചെയ്തോ? അതെങ്ങനെയാ ചോദിക്കുക? എൻജോയ് ചെയ്തോ, നീ എൻജോയ് ചെയ്തോ? അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമാറ്റ് മനസ്സിൽ വെക്കുക. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ്.
നീ എൻജോയ് ചെയ്തു എന്നല്ലേ ചോദിക്കുന്നത്. അപ്പം നീ ആദ്യം വെക്കുക. യു. ഇനി വേർബ്, ആക്ഷൻ. എൻജോയ് ഒരു ആക്ഷൻ ആണല്ലോ. യു എൻജോയ് ചെയ്തോന്നാ ചോദിക്കുന്നത്. അതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ ആദ്യം ഡിഡ് വെക്കുക. ഡിഡ് യു എൻജോയ്? കഴിഞ്ഞ കാര്യം എൻജോയ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ കാര്യമായത് കാരണമാണ് ഡിഡ് ഉപയോഗിച്ചത്. ഡിഡ് യു എൻജോയ്? ഇനി നീ പഠിച്ചോന്ന് എങ്ങനെയാ ചോദിക്കുക? നീ പഠിച്ചായിരുന്നോ? അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു സ്റ്റഡി? ഡിഡ് യു സ്റ്റഡി? നീ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? നീ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഡിഡ് യു ഈറ്റ് ഫുഡ്? ഡിഡ് യു ഈറ്റ് ഫുഡ്? അല്ലെങ്കിൽ ഡിഡ് യു ഈറ്റ്? നീ വായിച്ചായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? നീ വായിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാര്യം ചെയ്തായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു റീഡ്? ഡിഡ് യു റീഡ്? അപ്പോൾ ഇവിടെ നീ എൻജോയ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ പഠിച്ചു. നീ എൻജോയ് ചെയ്തോ എന്ന് എങ്ങനെ ചോദിക്കും? ഡിഡ് യു എൻജോയ്? ഡിഡ് യു എൻജോയ്? അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തെങ്കിൽ എന്ത് പറയും? ഐ എൻജോയ്ഡ് എ ലോട്ട്. ഐ എൻജോയ്ഡ് എ ലോട്ട്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ഐ എൻജോയ്ഡ്, ഇനി നല്ലോണം എന്ന് പറയുകയാണ്, എ ലോട്ട്. അവൻ നല്ലോണം എൻജോയ് ചെയ്തു. കൂടുതൽ ഷോപ്പിംഗ് മാൾ ഫുള്ള് കറങ്ങിയത് അവനാണ്. അവൻ നല്ലോണം എൻജോയ് ചെയ്തു എന്ന് എങ്ങനെ പറയും? ഐൻ്റെ അവിടെ ഹീ വെക്കുക. ഹീ എൻജോയ്ഡ് എ ലോട്ട്. അവൻ നല്ലോണം എൻജോയ് ചെയ്തു. ഇനി നമ്മളൊരു പേര് വെക്കുകയാണ്. ആഖിൽ എൻജോയ്ഡ് എ ലോട്ട്. ആഖിൽ എൻജോയ്ഡ് എ ലോട്ട്. അവർ നല്ലോണം എൻജോയ് ചെയ്തു. അവരെന്ന് പറയുമ്പോൾ ദേ. ദേ എൻജോയ്ഡ് എ ലോട്ട്. ദേ എൻജോയ്ഡ് എ ലോട്ട്. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വി എൻജോയ്ഡ് എ ലോട്ട്. വി എൻജോയ്ഡ് എ ലോട്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെൻറ്റൻസസ് എല്ലാം നമ്മൾ പഠിച്ചത് ഡെയിലി യൂസിന് നമുക്ക് നല്ല യൂസ്ഫുള്ളായ സെൻറ്റൻസസ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഈസി ആയിട്ട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്താൽ ഇഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ പുറത്തു പോകുമ്പോൾ ഈ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ ക്ലാസ് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. So see you in the next video. Have a nice day.